Hi students, good morning. Now discussing about power in LCR circuit, series circuit. This is very important. 5-mark question. Very important. Okay. ഇതാണ് എൽ സി ആർ സീരീസ് സർക്യൂട്ട്. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരുന്നു. എൽ സി ആർ സീരീസ് സർക്യൂട്ട് LCR. ഇതിൽ പവർ കാണാനാണ് പവർ കാണിക്കൽ നമ്മൾ ഇക്വേഷൻ ആദ്യം അറിഞ്ഞ പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദി വോൾട്ടേജ് ത്രൂ ദി കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് പവർ. P is equal to VI ആണ് പവർ. വേർ V is the potential difference or voltage. I is the current. P is the power. Power is defined as the voltage through the current. അല്ലേ? അപ്പം നമുക്ക് വേണമെങ്കിൽ പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ഇൻ സെക്കൻഡ്. ഒരു നിശ്ചിത സമയത്ത് ചെയ്യുന്ന വർക്കാണ് പവർ എന്നും പറയാം. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. ഇക്വേഷൻ ഒന്ന് ഓർമ്മിക്കുക. പവർ ചോദിച്ചാൽ ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് നോക്കാം. ദെൻ ദിസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. ഇനി വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്താണ് സോഴ്സ് പഠിച്ചിട്ടുണ്ടാവും. വി ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ദിസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഓർമ്മിക്കാം. നെക്സ്റ്റ് ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്. ഐ ഇസ് ഈക്വൽ ടു I0 സൈൻ ഓഫ് ഒമേഗ ടി -5 അല്ലേ. ദിസ് ഇക്വേഷൻ നമ്പർ എന്താണ് 3. ഒമേഗ ടി ഇസ് ദി ഫൈനൽ ആംഗിൾ തീറ്റ. ഫൈ ഇസ് ദി ഇനീഷ്യൽ ആംഗിൾ ഒമേഗ. ചേഞ്ചിൻ്റെ ആംഗിൾ കാണണം അല്ലേ. നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് 2 and 3 in 1. 2ഉം 3ഉം 1ൽ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് 2 and 3 in 1. ഓക്കെ, 3 in 1. 2 and 3 in 1. We will get Vp is equal to V എന്നുള്ള എടുക്കുക V0 സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ എടുക്കുക I0 സൈൻ ഓഫ് ഒമേഗ ടി -5. ഒമേഗ ടി -5. ഓക്കെ. നെക്സ്റ്റ് ദിസ് ഇക്വേഷൻ നമ്മൾ ഒരു സൗകര്യത്തിൽ ഇങ്ങനെ ചെയ്താൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്താൽ V0 കഴിഞ്ഞ ഉടനെ I0 ചെയ്താൽ V0 I0 സൈൻ ഒമേഗ ടി സൈൻ ഓഫ് ഒമേഗ ടി -5. ദിസ് ഇക്വേഷൻ നമ്പർ 4 എഴുതാം. ഓക്കെ. ഇനി ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം സൈൻ ഓഫ് ഒമേഗ ടി -5 എന്ന് പറഞ്ഞാൽ ഒരു മാത്സിൻ്റെ ഒരു മോഡൽ പഠിച്ചിട്ട് സൈൻ ഓഫ് A - B പഠിച്ചിട്ടേ. സൈൻ ഓഫ് A - B എന്നാ സൈൻ ഓഫ് A - B എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ. ഇത് മനസ്സിലാക്കാൻ എഴുതിയാൽ മതിയെ. സൈന് കോസ് ബി മൈനസ് അല്ലേ. സൈന് കോസ് ബി സൈന് കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി പഠിച്ചിട്ടില്ലേ. സൈൻ ഓഫ് A - B ഇസ് ഇക്വൽ ടു സൈന് കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇക്വേഷനാണ്. ഇതാണ് ഇക്വേഷൻ വരല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് മാറ്റിയത് എന്താണ് സൈൻ ഓഫ് ഒമേഗ ടി -5. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഒമേഗ ടി ആണ്, ബി എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ സൈൻ എ കോസ് ബി. അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി. പിന്നെ എന്തുവരും കോസ് ബി എന്ന് പറഞ്ഞാൽ കോസ് 5 ബി ഇത് മൈനസ് കോസ് എ എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ ടി. ദെൻ സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ 5 ബി അതെയാ 5 ആണ്. ഇതാണ് ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കുക 5 എന്ന് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4. സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4 അല്ലേ. 5 എടുത്ത് 4 കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് P is equal to V0 I0 സൈൻ ഒമേഗ ടി സൈൻ ഒമേഗ ടി. ഇനി സൈൻ ഓഫ് ഒമേഗ ടി -5 എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി കോസ് 5 മൈനസ് കോസ് ഒമേഗ ടി സൈൻ 5. ഇനി എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതണം. ഇതിൻ്റെ വാല്യൂ എഴുതുമ്പോൾ സൈൻ ഒമേഗ ടി കോസ് 5 മൈനസ് കോസ് ഒമേഗ ടി സൈൻ 5. ഓക്കെ, സൈൻ 5. ഓക്കെ, ഇങ്ങനെ വരും സൈൻ ഒമേഗ ടി കോസ് 5 മൈനസ് കോസ് ഒമേഗ ടി സൈൻ 5. ഇനി നമുക്ക് എന്താ V0 I0 സൈൻ ഒമേഗ ടി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ മൾട്ടിപ്ലൈ ഇതിന്. പിന്നെ അതിനുശേഷം V0 I0 സൈൻ ഒമേഗ ടി കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ,
നെക്സ്റ്റ് ഫസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു V0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഫൈവ്. അപ്പോൾ V0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഫൈവ് മൈനസ്. ഇനി V0 I0 സൈൻ ഒമേഗ ടി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ V0 I0 സൈൻ ഒമേഗ ടി V0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ ഫൈവ്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ P ഈസ് ഈക്വൽ ടു V0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി സൈൻ സ്ക്വയർ ഒമേഗ ടി ദെൻ കോസ് ഫൈവ് വരും മൈനസ് V0 I0 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ ഫൈവ് എന്ന് വരും. ഓക്കെ, ക്യാൻ അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാക്കാം. ഇനി ഇതിനൊരു റീഅറേഞ്ച്മെൻറ്റ് ഇവിടെ ഒരു മാറ്റം വരുത്തി കൊടുക്കാം. P ഈസ് ഈക്വൽ ടു V0 I0 സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് ഫൈവ് മൈനസ്, ഇനി ഇവിടെ നിന്ന് 2/2 എന്ന് കൊടുക്കുക. V0 I0 ഒരു ഇക്വേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ ഫൈവ് ഇങ്ങനെ വരും. ഇനി ഇതിന് പിന്നെ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ P ഈസ് ഈക്വൽ ടു V0 I0 സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് ഫൈവ് മൈനസ് V0 I0/2 ഇൻറ്റു 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ ഫൈവ്. ഓക്കെ, ഇനി നമുക്ക് പറയാം 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 2 സൈൻ എ കോസ് ബി, 2 സൈൻ എ കോസ് എ, 2 സൈൻ എ കോസ് എന്ന് പറഞ്ഞാൽ സൈൻ 2a എന്നാണ് അല്ലേ. 2 സൈൻ എ കോസ് എ എന്ന് പറഞ്ഞാൽ സൈൻ 2a എന്നാണ്, സൈൻ 2a. അതേപോലെ 2 സൈൻ എൻ്റെ സ്ഥാനത്ത് അതായത് ഒമേഗ ടി കോസ് എൻ്റെ സ്ഥാനത്ത് ഒമേഗ ടി ഈക്വൽ ടു സൈൻ 2 ഒമേഗ ടി ഇങ്ങനെ വരും അല്ലേ. ഇത്രയും വരും അല്ലേ. അവിടെ ശ്രദ്ധിക്കാം. ഇനി ശ്രദ്ധിക്കണം, ഇത് പഠിക്കുന്ന വേണം, മറന്നു പോകരുത്. ഓക്കെ, യെസ്, നോക്കാം, മറന്നു പോകാൻ പാടില്ല, ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മൾ ലാസ്റ്റ് ഇതാണ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ നമുക്ക് എടുത്ത് കൊടുക്കാം. ദിസ് ഇക്വേഷൻ നമ്പർ എത്ര, ഒരു 6 എന്ന് കൊടുക്കാം. ദിസ് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് 7 in 6 7 എടുത്തിട്ട് 6 കൊടുക്കുക. അപ്പോൾ 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്താവും, സൈൻ 2 ഒമേഗ ടി ആവും. P ഈസ് ഈക്വൽ ടു V0 I0 സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് ഫൈവ് മൈനസ് 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി അല്ലേ. അപ്പോൾ V0 I0/2 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ 2 ഒമേഗ ടി ഇൻറ്റു സൈൻ ഫൈവ്. ഓക്കെ, ഇതാണ് പവർ. ഇനി പവർ പറയുമ്പോൾ നേരെ ഇവിടുന്ന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കുള്ള പവറാണ്. പവർ എന്താ ഡ്യൂറിങ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ടൈം തുടങ്ങുമ്പോൾ 0, ഫൈനലായിട്ട് ഇങ്ങോട്ടും വരെ പവർ ഉണ്ടാവും പോസിറ്റീവ് വരെ. അങ്ങനെ ഫൈനൽ ടൈം എന്ന് കൊടുക്കുക ക്യാപിറ്റൽ ടി, ഇനീഷ്യൽ ടൈം 0 എന്നും ഫൈനൽ ടൈം ക്യാപിറ്റൽ ടി കൊടുക്കുക. പവർ കൺസ്യൂംഡ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഇവിടുത്തെ പവർ ആണല്ലോ, പക്ഷേ എന്നാ സൈക്കിൾ കംപ്ലീറ്റ് പവർ കാണണം. അങ്ങനെ പറയുമ്പോൾ ഇൻറ്റഗ്രൽ കൊടുക്കും. P ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t V0 I0 sin square omega t cos phi. Okay, cos phi into dt minus any integral 0 to t. എന്തുകൊണ്ടാണ് ഇൻ്റഗ്രൽ കൊടുക്കുന്നത്? മുഴുവൻ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് വരെയുള്ള പവർ. അപ്പോൾ നെഗറ്റീവിലെ ടൈം ഇനീഷ്യൽ ടൈം 0 ആണെങ്കിൽ ഈ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ഇലക്ട്രോൺ എത്തുകൊണ്ടുണ്ട് വേണ്ട പവർ ചെയ്യാം
ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്താ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ 2 സെക്കൻഡെല്ലാം എടുക്കാം. അതാണ്. അപ്പോൾ V0I0/2 sin 2 ഒമേഗ ടി sin 5 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ഇത് ഡിഫറൻറ്റേഷനാണ്. ഡിഫറൻറ്റേഷൻ വിത്ത് ഇൻ്റഗ്രേഷൻ ആവും. ഓക്കെ, ഡിഫറൻറ്റേഷൻ വിത്ത് ഇൻ്റഗ്രേഷൻ. ഇനി V0I0 ടേക്കൺ ഔട്ട്സൈഡ് അല്ലേ, and also cos phi outside. P is equal to V0I0 cos phi taken outside. Then remaining integral 0 to t sin square omega t dt minus and V0I0/2 into sin phi taken outside. V0I0/2 sin phi integral 0 to t sin 2 omega t എന്താണ് dt വരും, dt. ഓക്കെ, ഇനി ഇതിനെ ഡിഫറൻറ്റിയേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഡിഫറൻറ്റിയേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മാത്സ് പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ വാല്യൂ 1/2 ആണ്. 0 to t sin square omega t dt എന്ന് പറഞ്ഞാൽ എന്താ 1/2 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ. അത് ഡിഫറൻറ്റേഷൻ വിത്ത് ഇൻ്റഗ്രേഷൻ മാത്സ് പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞാൽ ഇത് ഇൻ്റഗ്രൽ 0 to t sin 2 omega t dt എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇത് കംപ്ലീറ്റ് 0 ആണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ P is equal to അല്ലേ, ഇനി P is equal to V0I0 എന്താണ് cos phi into integral 0 to t sin square omega t dt എത്രയാണ് 1/2 മൈനസ് എന്താ കംപ്ലീറ്റ് വരിക നോക്കുക, V0I0/2 ഇൻറ്റു sin phi ഇൻറ്റു 0. ഇത് കംപ്ലീറ്റ് 0 അല്ലേ. അപ്പോൾ എന്ത് വരും, P V0I0 cos phi ഇൻറ്റു 1/2 മൈനസ് 0. ഇത് കംപ്ലീറ്റ് 0 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതാ. ഓക്കെ, ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടതാണ് അല്ലേ. അതിനടുത്ത് P is equal to V0I0 ഇൻറ്റു 1/2 ഇൻറ്റു cos phi ആണ്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, P is equal to V0/√2 എന്ന് എഴുതാം ഇൻറ്റു I0/√2. അപ്പോൾ √2 ഇൻറ്റു √2 2. ഓക്കെ, ഇൻറ്റു cos phi എന്നാണ്. ഇനി V0/√2 എന്ന് പറഞ്ഞാൽ VRMS പിടിച്ചില്ലേ, റൂട്ട് മീൻസ് സ്ക്വയർ വാല്യൂ ഓഫ് വോൾട്ടേജ്, VRMS. ദെൻ I0/√2 എന്ന് പറഞ്ഞാൽ എന്താ IRMS ഇൻറ്റു cos phi എന്നാണ്. ഓക്കെ, ഇതാണ് ദിസ് ഈസ് ദി ട്രൂ പവർ ഇൻ LCR സർക്യൂട്ട്. ഇതാണ് ട്രൂ പവർ. ഇനി VRMS ഇൻറ്റു IRMS എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന് പറയും അപ്പാരൻ്റ് ചേഞ്ച് ഇൻ പവർ. ഇതിന് പറയും പവർ ഫാക്ടർ എന്ന് പറയും, പവർ ഫാക്ടർ. അപ്പോൾ ട്രൂ പവർ P എന്ന് പറഞ്ഞാൽ ട്രൂ പവർ ഈസ് ഈക്വൽ ടു അപ്പാരൻ്റ് പവർ ഇൻറ്റു പവർ ഫാക്ടർ. ഓക്കെ, ഇതാണ് ട്രൂ പവർ. ഇനി പവർ ഫാക്ടർ ആകുമ്പോൾ cos phi ഈസ് ഈക്വൽ ടു cos phi ഇവിടെ വെക്കുക. അപ്പോൾ VRMS/IRMS ഇങ്ങനെ വരും അല്ലേ, P ഡിവൈഡ് ബൈ VRMS ഇൻറ്റു IRMS. അല്ലേ, ഇതിനൊരു അപ്പാരൻ്റ് പവർ, V ഇൻറ്റു I ആവും അപ്പാരൻ്റ് പവർ. ഇത് ട്രൂ പവർ. Ratio of the power factor is defined as the ratio of the true power to the apparent power. ഓക്കെ, ഇതാണ് പവർ ഇൻ LCR സർക്യൂട്ടിൽ നമുക്ക് പഠിക്കാനുള്ള. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇതും കൂടി പഠിച്ച ശേഷം ഈ ചാപ്റ്റർ നാം മതിയാക്കാം അല്ലേ. നെക്സ്റ്റ് റെസൊണൻ്റ് ഫ്രീക്വൻസി. എന്താ റെസൊണൻ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ,
റെസണൻറ്റ് ഫ്രീക്വൻസി. എന്താ what is റെസണൻറ്റ് ഫ്രീക്വൻസി അല്ലേ? റെസണൻറ്റ് ഇത് എൽ സി ആർ സർക്യൂട്ടാണ്. ഈ എൽ സി ആർ സർക്യൂട്ടിലെ എന്താ എൽ സി ആർ സർക്യൂട്ട് എ സി വോൾട്ടേജ് ഉണ്ടാവും. അപ്പം എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? എന്താ റെസണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ ആംഗുലർ വെലോസിറ്റി ഓഫ് ദി എ സി വോൾട്ടേജ് അറ്റ് വിച്ച് ദി ഇംപെഡൻസ് ഓഫ് ദി സർക്യൂട്ട് ബിക്കംസ് മിനിമം. എൽ സി ആർ സർക്യൂട്ടിലെ ഇംപെഡൻസ് വളരെ കുറവായിരിക്കും. ആ ഇംപെഡൻസ് വളരെ കുറവായിരിക്കും. അതാണ് റെസണൻറ്റ് ഫ്രീക്വൻസി. ആംഗുലർ വെലോസിറ്റി ഓഫ് ദി ഓഫ് ദി എ സി വോൾട്ടേജ് അറ്റ് വിച്ച് എന്താ പറയുക ആ ഇംപെഡൻസ് ഓഫ് ദി എൽ സി ആർ സർക്യൂട്ട് ഇസ് മിനിമം. എൽ സി ആർ സർക്യൂട്ടിലെ ഇംപെഡൻസ് വളരെ കുറവാണ്. അങ്ങനെ വളരെ കുറവെന്ന് പറയുന്നതാണ് റെസണൻറ്റ് ഫ്രീക്വൻസി. റെസണൻറ്റ് ഫ്രീക്വൻസി കാണുമ്പോൾ XL മൈനസ് XC is equal to 0. What is resonant frequency? Angular velocity of AC voltage. AC voltage the angular velocity. Angular velocity of AC voltage at which the impedance of LCR circuit the minimum. LCR series സർക്യൂട്ടിലെ ഇംപിഡൻസ് പ്രതിരോധിക്കാനുള്ള കഴിവ് കുറവുള്ള എന്താണ് ആംഗുലർ വെലോസിറ്റിയുടെ എന്താ എ സി വോൾട്ടേജിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണെന്ന് എൻ്റെ റെസണൻറ്റ് ഫ്രീക്വൻസി. ഈ റെസണൻസ് ഫ്രീക്വൻസി കാണുമ്പോൾ എൻ്റെ ഇക്വേഷൻ കാണുമ്പോൾ XL is equal to XC എന്ന് പറയും. XL എന്ന് പറഞ്ഞാൽ ഒമേഗ L, XC എന്ന് പറഞ്ഞാൽ 1/ωc. ഇനി ഒമേഗ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ is equal to L ഇപ്പുറം വരും 1/LC എന്ന് വരും. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒമേഗ is equal to എന്താണ് 2πf അല്ലേ? അപ്പം നമ്മൾ ദിസ് നമ്പർ 1 എന്ന് കൊടുക്കുക, ദിസ് നമ്പർ 2 എന്ന് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1 ടുവേർഡ്സ് 1 കൊടുക്കുക. അപ്പോൾ ഒമേഗൻ്റെ സ്ഥാനത്ത് 2πf വരും. ഓൾ സ്ക്വയർ is equal to 1/LC വരും. 2πf ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4π സ്ക്വയർ f സ്ക്വയർ വരും. 2 സ്ക്വയർ 4 π സ്ക്വയർ f സ്ക്വയർ അല്ലേ 1/LC. ഇതിന് ഫ്രീക്വൻസി കാണുമ്പോൾ f സ്ക്വയർ is equal to 1/4π സ്ക്വയർ ഇൻറ്റു LC. Then f is equal to 1/2π ഇൻറ്റു 4π സ്ക്വയർ എന്ന് റൂട്ടിന് പുറത്ത് നോക്കുമ്പോൾ 2π ആയി ഇൻറ്റു റൂട്ട് ഓഫ് LC. This equation gives resonant frequency. L is the inductance, C is the capacitance. What is the resonance frequency? Angular velocity of AC voltage. AC voltage in the angular velocity at which the impedance of the LC circuit minimum. അത് എ സി വോൾട്ടേജിൻ്റെ ആംഗുലർ വെലോസിറ്റി ഇങ്ങനെ ആംഗുലർ വെലോസിറ്റിയിൽ അവിടെ വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റിയിൽ എന്താണ് എൽ സി ആർ സർക്യൂട്ട് എന്താണ് ഇംപിഡൻസ് മിനിമമായിരിക്കും. എന്നാൽ വൈദ്യുതിയെ തടച്ചിടാൻ കഴിവ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ.